ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, മീനൂസ് മലയാളം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നക്ഷത്രയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സെലിബ്രേഷൻസും പിന്നെ മാൾ ഓഫ് മസ്കറ്റിലെ കുറച്ച് കാഴ്ചകളും കാണാം. ബർത്ത്ഡേ സെലിബ്രേഷന് പുറത്തൊന്നും ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ചെറിയൊരു സെലിബ്രേഷനാണ്. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വേഗം വരാം. Happy birthday, Happy birthday to you. Happy birthday to you. Happy birthday dear Naxatra. Happy birthday to you. happy birthday റോണുവിന്റെ വായി കൊടുക്ക്. to you. നക്ഷത്ര Happy birthday to you. അച്ഛന്റെ വായി കൊടുക്ക്. കത്തി എവിടെ വെച്ചേ? ഞാൻ കൊടുക്കാം. ഇവിടെ അപ്പം തന്നെ ഇതൊക്കെ പൊട്ടിച്ച് ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് കളിക്കാനുള്ള പരിപാടിയിലാണ്. ഗിഫ്റ്റൊക്കെ അവർ തന്നെ നേരത്തെ സെലക്ട് ചെയ്തേക്കുന്നതായതുകൊണ്ട് എന്താണെന്നുള്ള ആകാംക്ഷയൊന്നുമില്ല. ഇനിയിപ്പോൾ അതൊന്ന് എല്ലാം വെളിയിലെടുത്തൊന്ന് കളിക്കാനുള്ള ഒരു പരിപാടിയിലാണ് രണ്ടുപേരും. ഇതാ നക്ഷത്രയുടെ ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടറാണ് മാഷ. പിന്നെ ഷോപ്പിംഗ് കാർട്ടുമാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൊണ്ട് വേഗം പോയി ഇനി അതെല്ലാം അഴിച്ച് അതെല്ലാം ഫിറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഇവിടെ കളിയൊക്കെ തുടങ്ങി, എല്ലാം അഴിച്ച് ശരിയാക്കി ഷോപ്പിങ്ങൊക്കെ തുടങ്ങി. രണ്ടുപേരോടെ നക്ഷത്രയ്ക്ക് ചെറുതാണ്, കുഞ്ഞ് എന്നിട്ട് തള്ളേണ്ടി വരും. എങ്കിലും കുട്ടികളല്ലേ, അവർക്ക് എന്തെങ്കിലും ടോയ് കിട്ടിയാൽ പിന്നെ ഒന്നും പറയണ്ട, അതിൻ്റെ പുറമെയാണ് 1 മണിക്കൂർ. കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും വേണ്ട കേട്ടോ. ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ടിടും. ഒരാൾ കേക്ക് തിന്നുന്ന തിരക്കിലാണ്. ഞങ്ങൾക്ക് കേക്ക് ചോക്ലേറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് തീരുന്നോടം വരെ അതങ്ങോട്ട് കഴിച്ച് തീർത്തില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊരു വിഷമമാണ്. അപ്പോൾ ഞങ്ങൾ അത് തീർക്കാനുള്ള പരിപാടിയില്ല. അതിനിടയ്ക്ക് അവിടെ നിന്ന് ആരോ ഒരാൾ വന്ന് ജെംസ് പയ്യെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ കാണാൻ പോകുന്നത് മാൾ ഓഫ് മസ്കറ്റിലെ കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ നമുക്കിവിടെ കാർ പാർക്ക് ചെയ്ത ശേഷം അകത്തേക്ക് പോവാം. ഇപ്പോൾ നമ്മളിത് അകത്തേക്ക് കയറുകയാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം. നമ്മൾ കയറി വരുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ വ്യൂ ആണിത്. ഇതിൻ്റെ റൂഫൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടുന്ന് പുറത്തേക്ക് ഡോറുണ്ട്. അപ്പം നക്ഷത്രയും റോണും അച്ഛൻ്റെ കൂടെ അങ്ങനെ കൂടിയേക്കാണ്. ഞാൻ വീഡിയോ ഒക്കെ എടുക്കേണ്ട അവർ അച്ഛൻ്റെ കൂടെ അങ്ങനെ നടക്കുകയാണ്. ഇപ്പം ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ പുറത്തേക്ക് ഡോറുണ്ടെന്ന്, ഇതാണ് ഇതിൻ്റെ പുറത്തെ വ്യൂ. ഇത് കണ്ടോ, ഇതാണ് പുറത്തെ വ്യൂ. നല്ല ഭംഗിയാണ്.
ഇവിടെയാണ് കാർ പാർക്കിംഗ് ഏരിയയും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ശരിക്കും മെയിൻ എൻട്രൻസ്. നക്ഷത്ര എങ്ങോട്ട് വന്നു? ഇതിപ്പോൾ ഇവിടെ അക്വേറിയം ഉണ്ട്. ആ അക്വേറിയത്തിൻ്റെ ഫ്രണ്ടിലത്തെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ അക്വേറിയം കാണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറുന്നില്ല, അതിന് പാസ്സൊക്കെ എടുക്കണം. ഇവിടെ നല്ല ക്യൂ ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് പുറത്തുനിന്നുള്ള ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത്. പുറത്ത് ഇങ്ങനെ ചെറിയ അറേഞ്ച്മെൻറ്റ്സിന് ചെറിയ ഇത് അക്വേറിയം പോലെയൊക്കെ പുറത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറുതല്ല, ഒരുമാതിരി വലുതാണ്. പക്ഷെ ഒന്ന് രണ്ട് ഇതിപ്പം ഒരുമാതിരി ചെറിയ മീനുകളാണ്, പല കളറിലുള്ള. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇനി ഇതുപോലെ തന്നെ വേറെ ഒരു അക്വേറിയം കൂടി വെളിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ട്, നല്ല രസമാണ് കാണാൻ. പക്ഷെ നല്ല ക്യൂ ആണ്, അവിടെ നല്ല തിരക്കാണ്. ഇപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് അവിടെ നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് വെളിയിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. കണ്ടു, ചെറിയ മീനുകളാണ്, വളരെ ചെറുത്, പല കളറിൽ. നല്ല രസമാണ് ഇത് കാണാൻ. ഇത് അനങ്ങുന്നുണ്ടോയെന്ന് പോലും സംശയമാണ്, അത്ര ചെറിയ ഇതാണ്. വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല.
യൂറോപ്യൻ സ്റ്റൈലിൽ രണ്ട് സൈഡിലും വീടുകൾ പോലെ ഷോപ്പുകൾ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നല്ല രസമാണ് ഇത് കാണാൻ. ഇതൊരു സ്ട്രീറ്റ് പോലെ, യൂറോപ്യൻ സ്ട്രീറ്റ് പോലെ നമുക്ക് തോന്നും. ഒരു രാത്രി ഫീലാണ് ഇവിടെ ഡേ ടൈമിലും. നല്ല രസമുണ്ട് കാണാൻ. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നല്ലൊരു ഇതാണ്. കണ്ടോ വീടുകൾ കണ്ടോ? ശരിക്കും വീടാന്ന് തന്നെ തോന്നും. പക്ഷേ ഇത് ശരിക്കും ഉണ്ടാക്കി ഇങ്ങനെ ഇതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. യൂറോപ്യൻ ഒരു സ്റ്റൈലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ മുന്നിൽ സ്റ്റാച്ചു ഒക്കെ ഉണ്ട് കണ്ടോ? ഒരു സ്ട്രീറ്റ് പോലെ, ഒരു യൂറോപ്യൻ സ്ട്രീറ്റ് പോലെയാണ് അത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നല്ല രസമാണ് ഇവിടെ കാണാൻ. ഇതാണ് ഇതിൻ്റെ പുറത്തെ വ്യൂ. ഇപ്പം ഇവിടെ ഏകദേശം ഒരു 6-6:30 ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പയ്യെ ഇവിടുന്ന് പോകാനുള്ള പരിപാടിയിലാണ്. ഇതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്, ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഇതാ നമ്മുടെ വ്ളോഗിൻ്റെ എൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.